നീ ഇതെവിടെ പോയിട്ട് വരുന്നത്? ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. എക്സാലോജി കമ്പനിയുടെ ഈ ഡീറ്റെയിൽ അങ്ങ് പറഞ്ഞല്ലോ, വെബ്സൈറ്റ് അപ്പായത് 13 മെയ്ക്കാണെന്നല്ലേ അങ്ങ് പറഞ്ഞത്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. 13 മെയ്ക്കാണെന്നാണല്ലോ അങ്ങയുടെ വാദം. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലല്ല 13 ഡൗൺ ഇനി ആയി. മാറ്റി പറയില്ലോ. കല്ലും മണി തപ്പണ്ട, ഞാൻ പറഞ്ഞ പിൻവലിച്ചു. എന്റെ വാദമല്ല, വസ്തുതയാണ്. അപ്പായതെന്നാണ് അപ്പായതെന്നാണ് ദൈവമേ വടിയായ അളിയാ. അപ്പായതെന്നാണ് എനിക്കറിയില്ല. മാത്യു, ഇല്ല, ഞാൻ ചോദിക്കണേ പറഞ്ഞാൽ മതി. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അങ്ങയുടെ വാദപ്രകാരം ജയ്ക്ക് ബാലകുമാറിന്റെ പേര് വെബ്സൈറ്റിൽ നിന്ന് മാറ്റിയതെന്നാണ്. എനിക്കറിവില്ല, അത് കൂട്ടിക്കോളൂ. നിങ്ങൾ പറയൂ. അല്ലെന്ന് ചോദിക്കണേ പറയാം ഇബ്രാഹിമെ, നിങ്ങളിപ്പോ രേഖ അയച്ചതല്ലേ? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. വെബ്സൈറ്റ് ഡൗൺ ആയത് ഞാൻ 13/4 മുതലാണെന്നും അത് കഴിഞ്ഞിട്ട് 13/5 അപ്പായിന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കറക്റ്റാണല്ലേ? പറ. 11/5 ആ സമയത്താണോ ജയ്ക്ക് ബാലകുമാർ കമ്പനിയിൽ നിന്ന് മാറിയത്? ആ സമയത്താണോ കമ്പനിയിൽ നിന്ന് മാറിയത്? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ആ സമയത്താണോ ജയ്ക്ക് ബാലകുമാർ കമ്പനിയിൽ നിന്ന് മാറിയത്? ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. അപ്പൊ ജയ്ക്ക് ബാലകുമാർ മാറിയത് ഈ പീരീഡിലാണോ അല്ലയോ എന്നാണ് എന്റെ ചോദ്യം. അതിനൊരു മറുപടി പറയുന്നില്ലോ. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. അത് വീണാ വിജയൻ പറഞ്ഞത് കേട്ടിട്ടും ഇവർ അത് വിശ്വസിച്ചില്ലല്ലോ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. നിഴലിൽ നിർത്താൻ അദ്ദേഹത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ കാർമേഘങ്ങളുടെ നടുവിൽ നിർത്താൻ ശ്രമിച്ചപ്പോൾ ഞാനിത് രേഖ ഹാജരാക്കി. കണ്ടോളൂ, ഇതാണ് ആ രേഖ. ഒരാളുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഡൗൺ ആയി എന്നതിനെ എടുത്തു പിടിച്ച് തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ദുരൂഹതയുടെ ഒരു മേഘപടലം സൃഷ്ടിക്കുന്നത് വാർത്തകൾ ഇടം നേടാൻ വേറെ എന്തെല്ലാം പണിയുണ്ട് എന്റെ ഇഷ്ടം. എന്താ ഉറക്കം വരുന്നു? എന്തിനാണ് ഇങ്ങനെ വ്യക്തിയാധിക്ഷേപം നടത്തുന്നത്? മറുപടി പറഞ്ഞാൽ മതി. എന്റെ കണ്ടൻഷൻ ഇതാണ്. അങ്ങ് മറുപടി പറ, കേട്ടിട്ട് ഞാൻ വിശദീകരിക്കാം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.